ശ്രീകാന്ത് സാർ വലിയ കഥയാണ്, എന്നാലും വായിക്കുമെന്ന് കരുതുന്നു. എൻ്റെ പേര് സോമ എന്നാണ് തോന്നുന്നു. യുകെയിൽ നേഴ്സാണ്. 6 മാസം മുൻപ് എൻ്റെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയി. ഡ്യൂട്ടിയിൽ പോകാൻ പറ്റാതായിട്ടോ. സർജറിയാണ് സജസ്റ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ ലോങ് വെയിറ്റിംഗ് ആണ്. 2 മാസം എടുക്കും സർജറിക്ക്. ശേഷം വീണ്ടും 3 മാസം റെസ്റ്റ് എടുത്താലേ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റൂ. സാലറി ഇഷ്യൂ വരുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യണം. ഓൾറെഡി 3 ആയിട്ടോ. ഞാൻ കണ്ണനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഹിതം പോലെ എല്ലാം നടത്തിത്തരണേ എന്നും ഗുരുവായൂർ വന്ന് തൊഴുതോളാമെന്നും പ്രാർത്ഥിച്ചുട്ടോ. ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഓർത്തോ ഡോക്ടറുണ്ട്. പുള്ളിക്കാരന് റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുത്തു. ഇൻഷുറൻസ് ഒക്കെ ക്ലിയർ കൊടുത്തു. അദ്ദേഹം എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇൻഷുറൻസ് അപ്രൂവലും കിട്ടി. ടിക്കറ്റൊക്കെ റെഡിയായി. ഭയങ്കര കൂടുതലാണ്. സ്കൂൾ ടൈമിൽ അല്ലേ, ഇപ്പോൾ 7ലും 5ലും പഠിക്കുന്ന മക്കളുണ്ട്. എല്ലാം പ്രതിസന്ധികൾ തന്നെ. എങ്കിലും പോയി. ചെല്ലുന്ന അന്ന് തന്നെ ഗുരുവായൂർ പോകാമെന്ന് ഞാനും എൻ്റെ സിസ്റ്ററും പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ ഫ്ലൈറ്റ് ഡിലേ ആയി. മുംബൈയിൽ 12 മണിക്കൂർ താങ്ങി. അതിനാൽ നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. നെക്സ്റ്റ് ഡേ സർജറി ചെയ്തു കേട്ടോ. സർജറിക്ക് മുമ്പ് ആഭരണങ്ങളെല്ലാം ഹോസ്പിറ്റൽ റൂമിൽ ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. ഭയങ്കരമായ വേദനയും മെഡിസിനും ഒക്കെ ആയിട്ട് 3 ദിവസം. 3-ാം ദിവസം ഡിസ്ചാർജ് ആവുകയാണ്. രാവിലെ ഓർണമെന്റ്സ് ഒക്കെ ഇടാനായി ലോക്കർ തുറന്നപ്പോൾ ഡോക്ടർ കയറി വന്നു. ലോക്കർ പൂട്ടി. തിരികെ ബെഡിൽ വന്നു. മെഡിസിൻ്റെ എഫക്റ്റ് കാരണം തലചുറ്റൽ പോലെ തോന്നി. ഞാൻ കിടന്നുട്ടോ. ഈ അവസ്ഥയിൽ എങ്ങനെ ഗുരുവായൂർ പോകുമെന്നായിരുന്നു ചിന്ത ട്ടോ. കൈവിരൽ പോലും ശരിക്കും അനക്കാൻ പറ്റാത്ത അവസ്ഥ. 3 ആഴ്ചയ്ക്കുള്ളിലേ തിരികെ പോകണം. ഇത്രയും തിരക്കുള്ള അമ്പലത്തിൽ ഈ കൈയും കൊണ്ട് എങ്ങനെ പോകും? എങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പോയാലും മതി എന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെ കിടന്നു. ആലപ്പുഴയിൽ നിന്നും എന്നെ കൊണ്ടുപോകാനായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറും സിസ്റ്ററും കാറിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വീണ്ടും എഴുന്നേറ്റ് ആഭരണങ്ങൾ ഇരിക്കുന്ന ലോക്കർ തുറന്നു നോക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ടിഷ്യൂവിൽ പൊതിഞ്ഞ വെഡ്ഡിങ് റിങ്, ഡയമണ്ട് കമ്മൽ, ഒരു സെക്കൻഡ് സ്റ്റഡ്. ഇത്രയും കാണുന്നില്ല. ഞാനും ബ്രദറിൻ്റെ മോളും എല്ലായിടത്തും നോക്കി. ഇല്ല. അപ്പോഴാണ് അവൾ പറഞ്ഞത്, അത് കയ്യിലെടുത്തെന്നും അത് മറ്റെവിടെയോ വെച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. മെഡിസിൻ്റെ എഫക്റ്റ് കാരണം അതൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് ഓർക്കാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നി ഞാൻ സോഫയിൽ വെച്ച് കാണും. അതിനിടയിൽ ക്ലീൻ ചെയ്യുന്ന ചേച്ചി വന്നുപോയി വേസ്റ്റ് ആണെന്ന് കരുതി തൂത്ത് കളഞ്ഞിട്ടുണ്ടാവും. പിന്നെ സിസ്റ്റർ ഇൻചാർജ്, ഹൗസ് കീപ്പിംഗ് ഇൻചാർജ് അവരോടൊക്കെ പറഞ്ഞു എങ്ങനെയെങ്കിലും അത് നോക്കി എടുത്തു തരണമെന്ന്. അവർ പറഞ്ഞു കിട്ടാൻ സാധ്യതയില്ലെന്നും ആ ഫ്ലോറിൽ നിന്നും വേസ്റ്റ് കളക്റ്റായി പോയി എന്നും. അവർക്ക് എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു നോക്കി. ഹസ്ബൻഡിനോട് എങ്ങനെ പറയും? വെഡ്ഡിങ് റിങ് പോയി. ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണനോട് പറഞ്ഞു, ഞാൻ ഗുരുവായൂർ വന്നുകൊള്ളാം, ഈ അനുഭവം ത്രിമധുരത്തിൽ പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു തീർന്നതും 3 മണിക്കൂർ കൊണ്ട് തിരഞ്ഞ സാധനം കിട്ടി എന്ന് പുറത്തുനിന്ന് കേട്ട പോലെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഓടി പുറത്തു വന്നിട്ടോ. 6-7 പേര് ഇതുമായിട്ട് വരുന്നു. അപ്പോഴും കണ്ണു നിറയും ഓർക്കുമ്പോൾ. പിന്നെ 2 വീക്ക് കഴിഞ്ഞ് സ്റ്റിച്ചൊക്കെ എടുത്തിട്ട് ഗുരുവായൂരിൽ പോയി കണ്ണനെ കണ്ടു. കൃഷ്ണ ഗുരുവായൂരപ്പ. പിന്നീട് ഏറെ വിശ്വാസമുള്ള ഒരു ശാന്തിയുടെ അടുത്ത് ഗ്രഹനില നോക്കിയപ്പോൾ എനിക്ക് മോശ സമയമാണെന്ന്, ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹത്താലാണെന്ന്, തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ സർജറി ഒക്കെ നടന്നതെന്ന് പറഞ്ഞു. 7 മണിയോളമായിട്ടോ. ഇതിനിടയിൽ ഒരു കാര്യം ഉണ്ടായി. ഞങ്ങളെ കൂട്ടാൻ വന്നുകൊണ്ടിരുന്നവരില്ലേ, അവർ ബ്ലോക്കിൽ വിട്ട് മണിക്കൂറുകളോളം താമസിക്കുകയും ചെയ്തു. അവർ നേരത്തെ വന്നിരുന്നെങ്കിൽ എനിക്ക് അത് തിരിച്ചു കിട്ടില്ലായിരുന്നു. അവർ ഹോസ്പിറ്റലുകാർ പറഞ്ഞതുപോലെ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തിട്ട് പോകാനേ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു, കിട്ടാതെ പോവില്ല കണ്ണാ എന്ന്. എല്ലാം കണ്ണൻ്റെ കുസൃതി. അങ്ങനെ വല്ലാതെ ഒന്ന് പരീക്ഷിച്ചു കളഞ്ഞു കേട്ടോ കണ്ണൻ. എന്താ കഥ! ഗംഭീര അനുഭവമായിരുന്നു അല്ലേ? നല്ല മനോഹരമായിട്ടുള്ള ഒരു കണ്ണൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. സോമയാണെന്ന് തോന്നുന്നു പേര്. എന്ത് രസമാറിയോ കാണാൻ. ഒന്നും പറയാനില്ല. ഇതൊരു വല്ലാത്ത അനുഭവമായിപ്പോയില്ലേ. കിട്ടില്ല എന്ന് വിചാരിച്ചത് കിട്ടി. കണ്ണൻ വരുന്നവരെയൊക്കെ തടഞ്ഞു നിർത്തി, കുറച്ച് ലേറ്റാക്കി, എല്ലാം കൂടെ അങ്ങോട്ട് ശരിയാക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തു. ഒന്നും പറയാനില്ല. ഞാനിത് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളയക്കുന്നത് നിങ്ങളുടെ അനുഭവങ്ങളാണ്. എന്നെ ഏതോ ഒരു വഴിക്ക് ആരോ നിയോഗിച്ചതാണ് ഇത് പറയാനായിട്ട്. ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക. ജോയിൻ ആയതിനു ശേഷം മാത്രം അയക്കുക കേട്ടോ. അല്ലെങ്കിൽ 2 മാസം വരെയൊക്കെ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും അനുഭവങ്ങൾ കേൾക്കാൻ.